ഹലോ, ആ ലിയാഖത്താണോ? അതെ. ഫ്രീ ആണോ? ഓ, സംശയങ്ങൾ ചോദിക്കാനോ? നിങ്ങൾ ആരാ വിളിക്കണേ? എവിടുന്ന്? മലപ്പുറം. ആയിക്കോട്ടെ, എനിക്ക് അറിയണതാണേ പറഞ്ഞുതരാം. പറയാത്തതുണ്ടല്ലേ? അറിയാത്തതുണ്ടാവൂലേ? ഉണ്ടാവൂലല്ലേ? നിങ്ങൾക്കും അറിയാത്ത ഞാൻ രണ്ട് ചോദ്യം അങ്ങോട്ടും ചോദിക്കുവാണെങ്കിൽ അറിയാത്തതുണ്ടാവും മനസ്സിലാവാൻ വേണ്ടിട്ട്. പിന്നെ ആ നിങ്ങള് ഈ അതായത് അള്ള ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവ് ഇല്ലാന്ന് വിശ്വസിക്കുന്ന ഒരാളാണല്ലോ അല്ലേ? ആ നിങ്ങൾ പറയണ പോലെ സൃഷ്ടാവിന്റെ ഒരു ഒരു ഇത് തോന്നിയിട്ടില്ല. പിന്നിലിങ്ങനെ എങ്ങനെ? ഇതിങ്ങനെ ടച്ചിനിരുന്ന് പണിതൊരു സൃഷ്ടാവ് ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇല്ല എന്നാണ് എന്റെ ബോധ്യം. വിശ്വാസമല്ല, അതൊരു ബോധ്യമാണ്. നിങ്ങളെ ബോധ്യം അല്ലേ? അപ്പോ ഈ നമ്മളെ മനസ്സിലും കണ്ണിലും കേൾക്കുന്നതൊക്കെ ആയിട്ടുള്ള ഈ പ്രപഞ്ചം നമ്മളൊരു ചിത്രത്തിലുള്ളത്. ഈ പ്രപഞ്ചത്തില് ഇപ്പോ മനുഷ്യനായിട്ടും അല്ലാതെ ആയിട്ട് ഒരുപാട് സൃഷ്ടികളുണ്ട്, ജീവനുള്ളതും ഇല്ലാത്തതൊക്കെ. അപ്പൊ ഈ മനുഷ്യൻ എങ്ങനെ ഉണ്ടായത് എന്നുള്ളത് നിങ്ങളെ മനസ്സിലാക്കൽ എങ്ങനെയാണ്? ആദ്യ മനുഷ്യൻ എങ്ങനെ ഉണ്ടായത് എന്നുള്ളത് ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണങ്ങളിലൂടെയുള്ള കാര്യങ്ങളെ അതിനെ റിലേ ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള ഏക മാർഗം. അതല്ലാതെ കുറെ കഥകളുണ്ട്, ഒരുപാട് കഥകളുണ്ട്. നാട്ടിലെമ്പാടും കഥകളുണ്ട്. തെളിവില്ലാത്ത കുറെ കഥകളുണ്ട്, കഥകള്. ഒരു വിശ്വാസം അനുസരിച്ചിട്ട് ഒരാള് വേറെ ഒരാളെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച് ഇവിടുന്ന് കുറെ മണ്ണും ചെളിയൊക്കെ എടുത്തുണ്ടായിട്ട് അവിടെ ഇങ്ങനെ കുഴപ്പാൻ കല ഉണ്ടാക്കണവരെ ഉണ്ടാക്കി ഊതി ജീവൻ വെപ്പിച്ചതാണ് എന്നുള്ളൊരു കഥയുണ്ട്. അത് വിശ്വസിക്കുന്നവരാണ് ഭൂമിയിൽ എനിക്ക് തോന്നുന്നു മനുഷ്യന്മാരുടെ ഇടയിൽ തന്നെ ഒരു 50% ആൾക്കാർ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ ആയിട്ട് ചേർന്ന്. നിങ്ങളെ അതില് ഇപ്പൊ നിങ്ങളെ ആദ്യ മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്നുള്ള നിങ്ങളെ മനസ്സിലാക്കലും പരിണാമത്തിലൂടെയാണ് ആദിമ മനുഷ്യൻ എന്നുള്ളത്. എല്ലാ ജീവജാലങ്ങളും പരിണാമത്തിലൂടെ ഉണ്ടായി എന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ട് നമ്മൾ വായിച്ചിട്ട് കുറെ കഥകൾ വായിച്ചതിൽ നമുക്ക് കുറച്ചുകൂടി വിശ്വാസയോഗ്യമായിട്ട് തോന്നിയിട്ടുള്ളത് ശാസ്ത്രീയമായിട്ടുള്ള വിവരങ്ങളാണ് തോന്നിയതില്ലേ? അതെ, ഉറപ്പില്ല. അങ്ങനെ തന്നെയല്ലേ നമുക്ക് നിങ്ങൾക്ക് അതിൽ ഉറപ്പില്ല. അതായത് നിങ്ങളെ പഠനത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലായത്. അങ്ങനെ തന്നെയല്ലേ പറയാൻ പറ്റുള്ള ഒരാൾക്ക്. അതെ, ഓക്കെ. അപ്പൊ അതില് ഞാൻ ചോദിക്കണം എന്താ വെച്ചാല് മറ്റു സൃഷ്ടികളെ കുറിച്ചല്ല, ആദ്യ മനുഷ്യൻ ഉണ്ടായത് നിങ്ങൾ പരിണാമത്തിലൂടെയാണ് പറഞ്ഞത്. ഏതപ്പോ ആദ്യത്തെ മനുഷ്യൻ ആരാ? അയാളുടെ പേരും അയാളുടെ വയസ്സും ഉയരം ഒന്നും എനിക്കറിയില്ല കേട്ടോ. അതാ ഞാൻ ചോദിക്കണേ. അപ്പൊ ഫസ്റ്റ് ഇപ്പൊ എനിക്കൊരു ഉപ്പുണ്ട്, എനിക്ക് ഉപ്പാന്റെ ഒരു ഉപ്പുണ്ട്, അങ്ങനെ പോകണ്ടല്ലോ. അങ്ങനെ അത് എത്തുന്നത് നിങ്ങളൊരു 3 ഉപ്പാന്റെ അപ്പുറത്തേക്കുള്ള ഉപ്പാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയില്ലല്ലോ. 3 or 4 ചോദിച്ചു എന്റെ അപ്പുറത്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം. അല്ല, ഉള്ളതുകൊണ്ടല്ലേ ഇപ്പൊ നമ്മൾ ഉണ്ടായത്. ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ അതിലിപ്പോ നിങ്ങളെ മനസ്സിലാക്കൽ എങ്ങനെയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഞാൻ അതിനെ കുറിച്ച് അങ്ങനെ ഭയങ്കര ഇരുന്ന് ആലോചിച്ച് അടങ്ങാറായിട്ടില്ല. നമ്മളിപ്പോ ഒരുപാട് കടന്ന് ആലോചിക്കാനും മാത്രമുള്ള വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങളിപ്പോ എന്താ അങ്ങനെ ആലോചിക്കാൻ കാരണം? അല്ല, അത് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കൽ എന്നുള്ളത് അറിയാൻ വേണ്ടിട്ടേ. അല്ല, അതാ പറഞ്ഞാ നമ്മളെ മനസ്സിലാക്കല് മനുഷ്യർ എങ്ങനെ ഉണ്ടായി, ജീവജാലങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ച് ശാസ്ത്രീയമായിട്ടുള്ള അറിവുകളാണ്. നമ്മൾ കുറെ കഥകൾ കേട്ടതിൽ നിന്ന് കുറച്ചുകൂടി വിശ്വാസയോഗ്യമായിട്ടുള്ള സാധനം എന്ന് എനിക്ക് തോന്നി ജീവപരിണാമം എന്നതാണ്. ഈ പരിണാമം എന്നുള്ളതുകൊണ്ട് ഇപ്പൊ എല്ലാ ജീവജാലങ്ങൾക്കും ഒരു തുടക്കം ഉണ്ടാവുമല്ലോ, ഉണ്ടാവില്ലേ? അതാ പറഞ്ഞത്. പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു വിഷയമായിട്ട് പഠിക്കണം എന്ന് നമുക്ക് ഓരോ ആൾക്കാർക്ക് പഠിക്കാൻ താല്പര്യമുള്ള ഓരോ ഏരിയ ഉണ്ടാവൂലേ. ഇതങ്ങനെ നമ്മള് ഇതിന്റെ നിഗൂഢതകൾ പഠിച്ചേ പറ്റൂ അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ ചിന്ത ഉണ്ടായില്ല. പഠിച്ചേ പറ്റൂന്നല്ല, അതിനെ കുറിച്ചൊരു അന്വേഷണം അത് എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചൊരു കറക്റ്റ് ഒരു ഉത്തരമാണല്ലോ. അല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അല്ലേ? ഇല്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? അല്ല, നിങ്ങളെ എങ്ങനെയാണ് അത് മനസ്സിലാക്കിയത് അറിയാൻ വേണ്ടിട്ട് ചോദിച്ചാ. ഞാൻ മനസ്സിലാക്കിയതാണ് ഇപ്പൊ പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് ഇതിന്റെ നിഗൂഢതകൾ തേടി അലയുന്ന
ഒരു ഭ്രാന്തനെ പോലെ അലയും എന്നൊക്കെ ചില ആൾക്കാരും അല്ല. അങ്ങനത്തെ ഭ്രാന്തൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അല്ല അത് എന്നെ സംബന്ധിച്ച് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടില് നമ്മൾ മനുഷ്യരുണ്ട്, മറ്റു ജീവികളുണ്ട്. അപ്പൊ ആ മനുഷ്യന്മാരുടെ കൂടെ ജീവിക്കുമ്പോ ഒരു സാമൂഹ്യ ജീവി എന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോ നമ്മളെ കുറിച്ചും നമ്മളെ ചുറ്റുമുള്ള മറ്റു മനുഷ്യരെ കുറിച്ചുള്ള ചിന്തകളിൽ സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള കാര്യങ്ങളിലാണ് എന്റെ ശ്രദ്ധ. അതാണ് എന്റെ ഏരിയ. ഞാൻ പഠിച്ചത് എക്കണോമിക്സ് ആണ്. അതൊക്കെ, പക്ഷെ നിങ്ങൾ ഇങ്ങനെ അതാണ് എന്റെ ഏരിയ. അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഞാൻ എന്റെ മറ്റു കാര്യങ്ങൾ. ഇപ്പൊ നമുക്ക് പിന്നെ ഇതെങ്ങനെയാന്ന് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് വല്ല ധാരണയുണ്ടോ? എന്റെ ധാരണ എനിക്ക് അതായത് ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ആ വിശ്വാസത്തിൽ നമ്മൾ വിശ്വസിക്കണു. അതെങ്ങനെയാണ്? അതനുസരിച്ചിട്ട് എങ്ങനെയാ? ഞാൻ നേരത്തെ പറഞ്ഞ മണ്ണ് കുഴച്ച കേസല്ലേ? മണ്ണ് കുഴച്ചതൊന്നും വെക്കാത്ത. അതായത് അങ്ങനെ ഞാനൊരു സത്യവിശ്വാസി. നിങ്ങളുടെ വിശ്വാസം അനുസരിച്ചിട്ട് അല്ല, സത്യം നുണയാ പോട്ടെ. നമുക്കിപ്പോ നുണകളിലും വിശ്വസിക്കാം, സത്യത്തിൽ തന്നെ വിശ്വസിക്കണം നിർബന്ധമൊന്നുമില്ല. നുണകളിലും വിശ്വസിക്കാം, തെളിവില്ലാതെ വിശ്വസിക്കാം. അതൊരു വിശ്വാസമാണ്. ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ ഒരു അന്വേഷണത്തില് എങ്ങനെയാണ് ശരിക്കും ആദ്യത്തെ മനുഷ്യൻ ആരാണ്? നിങ്ങൾക്ക് അയാളുടെ പേരൊക്കെ അറിയില്ലേ? നിങ്ങൾക്ക് അയാളുടെ പേരൊക്കെ? ഞാൻ വിശ്വസിക്കണ അതിലെങ്ങനെയാണുള്ളത് അതാണ് ഞാൻ വിശ്വസിക്കണത്. അതിന്റെ അപ്പുറത്ത് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് സത്യമാണോ അല്ലേന്നൊന്നും അറിയണ്ടേ? അത് സത്യമാണെന്ന് വിശ്വസിക്കാണ് ഞാന്. കണ്ണടിച്ചാൽ വിശ്വസിക്കണേ. നമ്മൾ കഷായം കുടിക്കാൻ പാടി അങ്ങനല്ല. അല്ല അല്ലേ, ഞാനിപ്പോ ഞാൻ ആ വിശ്വാസത്തിൽ നിർത്തി. അതിനപ്പുറത്തേക്ക് ഞാൻ ചിന്തിക്കണില്ല. പക്ഷെ ആയിക്കോട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളൊരു കാര്യത്തിൽ അറിയണമെന്ന് ആഗ്രഹമുള്ള ഒരു കാര്യത്തില് നിങ്ങളൊരു കാര്യത്തിൽ വിശ്വസിച്ചിട്ട് ചിന്തിക്കാതിരിക്കുക. എന്നിട്ട് നിങ്ങൾ ഇന്നെ വിളിച്ചിട്ട് ഇതിന്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുക. ഇതൊരു വല്ലാത്ത ചെയ്ത്തായി പോയി. ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നിങ്ങൾക്കിത് അറിയണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ നിങ്ങളൊരു കാര്യത്തിൽ തന്നെ മൂട്ടി മുടിച്ച് മർക്കട മുഷ്ടിയില് പിന്നെ ആദം നബീനെ ചുരുട്ടി പിടിച്ചിട്ടാണോ നിങ്ങളിത് അന്വേഷിക്കുക? നിങ്ങളിപ്പോ ഒരു അതായത് ഒരു മറ്റേ ഇസ്ലാം വിശ്വാസത്തിൽ പോയ ഒരാളല്ലേ? അപ്പോ നമ്മളിപ്പോ അതിലുള്ള ആളാണ്. അതുകൊണ്ട് നമുക്ക് അതില് വിശ്വാസമാണ്. പക്ഷെ നിങ്ങളെ അതിന് പോയൊരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ ആദ്യം മണ്ണ് വച്ച് സൃഷ്ടിച്ചതിന് തെറ്റിപ്പോയ ആളല്ല. അല്ല അതൊക്കെ, അതല്ല വിഷയം. അതായത് ഞാൻ ചോദിച്ചതേ ആദ്യ മനുഷ്യൻ. ഇനിയിപ്പോ ചില ആളുകൾ പറയുന്ന കുരങ്ങന്മാരിൽ മനുഷ്യനുണ്ടായെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എനിക്ക് ആദ്യത്തെ മനുഷ്യൻ ആരായിരുന്നു, അയാൾ എവിടെ താമസിക്കുന്ന, അയാളെ ആധാർ നമ്പർ ഒന്നും എനിക്കറിയില്ല. ഇതൊക്കെ അറിയാവുന്നത് നിങ്ങൾക്കാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളെ കുറിച്ച് ഞാൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം അതൊരു വിശ്വാസമാണ്, അത് സത്യവിശ്വാസമാണ്, അതിനെ കുറിച്ച് അധികം ചിന്തിക്കാറില്ല, ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. എന്തൊരു കഷ്ടം. അതല്ല ഞാൻ ചോദിക്കണെന്ന് വെച്ചാല് അങ്ങനെ അതിന് അല്ലാതെ ജീവിതത്തിന് എന്ത് ലക്ഷ്യമുള്ളത്? ജീവിതത്തിന് ജീവിക്കുക എന്നുള്ള ലക്ഷ്യമുള്ളത്, മരിക്കുക എന്നുള്ള ലക്ഷ്യം എനിക്കില്ല. മരിക്കൂലേ? മരിക്കും. പക്ഷെ നമ്മൾ മരണത്തെ ലക്ഷ്യമാക്കിയിട്ടല്ല ജീവിക്കണേ. ജീവിക്കുകയാണ് ജീവിതത്തെ ലക്ഷ്യമാക്കിയിട്ട് ജീവിക്കുന്ന ആളാണ് അറിയാം. ചില ആൾക്കാരുണ്ട്, മരിക്കും ഉറപ്പല്ലേ. ജീവിതത്തില് ചില ആൾക്കാരെങ്ങനെ അറിയോ, മരിക്കാൻ വേണ്ടി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഈ ജീവിതം എന്നൊരു ജീവിതമല്ല, ശരിക്കൊരു ജീവിതം ഇനി വേറെ വരാണ്ട്, അപ്പൊ അതിന് നമ്മൾ മരിക്കണം. അപ്പൊ മരിക്കുമ്പോ ആ മരിക്കാനുള്ള തയ്യാറെടുപ്പ്, ആ മരിക്കല്, ആ മരിച്ചിട്ടുള്ള ജീവിതം, എന്നിട്ട് ആ മരിച്ചിട്ടുള്ള ജീവിതത്തെ കുറിച്ച് ഇതേമാതിരി അതിനുണ്ടാക്കിയ പോലത്തെ കുറെ കാഴ്ചപ്പാടുകള്, കുറെ കഥകള്, കുറെ സ്വപ്നങ്ങൾ, അങ്ങനെയൊക്കെ. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട് നമ്മുടെ ചുറ്റിലും. നിങ്ങൾ അതിൽ പെടുവോ? മരിക്കാനായിട്ട് ജീവിക്കേ? മരിക്കുന്നതിനെ കുറിച്ചും മരിച്ചു കഴിഞ്ഞിട്ടുള്ളതിനെ കുറിച്ചും മാത്രം ആലോചിച്ച് ജീവിക്കുന്ന കുറെ മനുഷ്യന്മാര്. അതിനോട് ദുനിയാവ് ആലോചിക്കാതെ, ദുനിയാവിനെ കുറിച്ച് അധികം ആലോചന ഇല്ലാതെ ഫസ്റ്റ് പ്രയോറിറ്റി മരണത്തിനും അത് കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിനും, ബാക്കിയുള്ളത് മതി ദുനിയാവുക്ക് എന്ന് ആലോചിക്കുന്ന ആൾക്കാര്. അതെ, ഏതാൾക്കാരാണ്? അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അല്ല അങ്ങനെ കേട്ടിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ആളാണോ? അല്ലല്ലോ. അല്ല അത് ഏത് വിശ്വാസത്തിലുള്ളതാണ് നിങ്ങൾ കേട്ടത്? കുറെ ആൾക്കാരുണ്ട്. ഈ ക്രിസ്ത്യാനികളിലുണ്ട്, ഹിന്ദുക്കളിലുണ്ട്. ഹിന്ദുക്കളിൽ അങ്ങനെ ജീവിച്ചിട്ട് പിന്നെ ഉള്ള മരിച്ചു കഴിഞ്ഞിട്ട് പിന്നുള്ള ജീവിതത്തെ കുറിച്ച് ആലോചിക്കുന്ന ആൾക്കാരല്ല കേട്ടിട്ടുള്ളത്. അവർക്കിപ്പോ കിട്ടിയ ജന്മത്തിൽ നിന്നുള്ള രക്ഷപ്പെടല്, ജീവിതം എന്നുള്ള രക്ഷപ്പെടല്.
ഉം. ഇങ്ങനെ ജന്മം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ജീവിതമൊക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഉം. അല്ല നമ്മളെ വിഷയം എന്റെ വിഷയമല്ല. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് ആകെ ചോദിക്കാൻ മെയിൻ ഒരു ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാല്, അതായത് ആദ്യ മനുഷ്യൻ ഉണ്ടായത് എങ്ങനെയെന്നുള്ളതാണ് ഇങ്ങോട്ട് ചോദിക്കുക. അപ്പൊ നിങ്ങൾ എനിക്കറിയില്ല പറഞ്ഞു അത് ആരാന്നോ അതെങ്ങനെയാന്ന് എനിക്കറിയില്ല. ആദ്യത്തെ മനുഷ്യൻ അയാളെ വീട്ടുപേരൊന്നും എനിക്കറിയില്ല. അതിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല അതിനെ കുറിച്ച് പഠിക്കണമൊന്നുമില്ല. ഇല്ല ഇല്ല ഇല്ല. അത് ഈ പിന്നെ നരവംശ ശാസ്ത്രജ്ഞന്മാർ ആലോചിക്കും പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. പിന്നെ പരിണാമ ശാസ്ത്രജ്ഞന്മാര് പഠിക്കുന്നുണ്ട്. നമുക്കിപ്പോ അതിന് ഉത്തരം എല്ലാ കിട്ടിയില്ല. കാര്യങ്ങളും നമുക്കിപ്പോ എല്ലാ കാര്യങ്ങളും എല്ലാം പഠിച്ചിട്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് താല്പര്യമുള്ളതും നമ്മൾക്ക് ഓരോ ആൾക്കാരുടെ പ്രയോറിറ്റി ഉണ്ടാവും. എന്റെ പ്രയോറിറ്റി ഞാൻ പറഞ്ഞില്ലേ, ഞാന് ഇസ്ലാമിലെ ആദ്യത്തെ മനുഷ്യനെ അള്ള മണ്ണ് വെച്ചുണ്ടാക്കിയത് കൊണ്ട് ദേഷ്യപ്പെട്ടിട്ട് ഇസ്ലാം വിട്ട ആളല്ല. എന്നെ സംബന്ധിച്ച് മനുഷ്യർ നമ്മളിപ്പോ ജീവിക്കുന്ന ഈ ആധുനിക കാലത്ത്, അല്ലെങ്കിൽ നമ്മളെ സമകാലികർ, നമ്മൾ ഏതൊരു മനുഷ്യനും ജീവിക്കുമ്പോൾ അവര് ജീവിക്കുന്ന കാലഘട്ടത്തിലുള്ള സഹജീവികളുണ്ട്. അവരുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ വീക്ഷണങ്ങളും അതിലെ നിയമങ്ങളും അതിലെ പ്രശ്നങ്ങളും അതിലെ മനുഷ്യത്വ വിരുദ്ധതയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇത് ഇത് ജീവിതത്തിൽ പുലർത്താൻ പറ്റുന്ന മൂല്യങ്ങളല്ല എന്ന് മനസ്സിലാക്കിയിട്ട് വിട്ട ആളാണ്. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി അല്ലേ? അതെ അതെ ഇപ്പം അപ്പോ നിങ്ങളെ കല്യാണം കഴിഞ്ഞാണോ? അതെ അതെ. എന്താപ്പോ ഭാര്യ അതായത് വിശ്വാസത്തിലാണോ അതോ നിങ്ങളെ വിശ്വാസത്തിലാണോ? അത് കുറെ കാലം ഞാൻ വിശ്വാസി അല്ലാതെയും മോള് വിശ്വാസത്തിലായിരുന്നു. ഇപ്പൊ അങ്ങനെ ഇസ്ലാം ഉപേക്ഷിച്ചിട്ടുണ്ടോ? നിസ്കരിക്കണോ അതിലൊന്നും കാണില്ല. വിശ്വാസം എല്ലാം ഉണ്ട്. ഞാൻ ചോദിച്ചിട്ടില്ല. ഇതുവരെ ചോദിച്ചിട്ടില്ലേ? ഇല്ല. എന്തിനാ നമ്മ ചോദിക്കണേ? അല്ല, അത് ഇസ്ലാം വിശ്വാസത്തിന്ന് ഇപ്പൊ നിങ്ങളിപ്പോ ഇസ്ലാമിന്ന് പോയല്ലോ, അതേപോലെ നിങ്ങളെ വൈഫ് ഇസ്ലാമിന്ന് മാറിയിട്ടുണ്ടോ? ഞാനൊരു മുസ്ലിമിനെ അല്ല കല്യാണം കഴിച്ചത്. ഞാനൊരു മനുഷ്യ സ്ത്രീ ആയിട്ടാണ് കല്യാണം കഴിച്ചത്. അത് നിങ്ങൾ കല്യാണം കഴിക്കുമ്പോ ഇസ്ലാമിലായിരുന്നു നിങ്ങളെ ഭാര്യ? അതെ, ഞാനും ആയിരുന്നു. എന്റെ ഭാര്യ. ഞങ്ങളിപ്പോ അപ്പൊ കല്യാണത്തിന് ശേഷമാണ് നിങ്ങള് അതായത് ഇപ്പൊ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞ മാതിരിക്ക് മാറിയത്. എന്താ ഇപ്പൊ നിങ്ങളെ പ്രശ്നം? എന്താ നിങ്ങളെ ആലോചിക്കുന്ന പറയും? അല്ല, ഞാൻ നിങ്ങളെ എങ്ങനെയാണ് നിങ്ങളും ഭാര്യ എങ്ങനെ എപ്പോഴും ഒരുമിച്ച് ജീവിക്കണമെന്നുള്ള അത്ഭുതമല്ലേ നിങ്ങക്ക്? അതല്ല ഞാൻ ചോദിക്കുന്നത്, നിങ്ങളെ പോലൊക്കെ നിങ്ങളിപ്പോ ഇസ്ലാമിന്ന് പോയൊരു വ്യക്തിയാണല്ലോ, അതുപോലെ നിങ്ങളെ ഭാര്യ ഇസ്ലാമിന്ന് പോയിട്ടുണ്ടോ? അവര് ഇസ്ലാമിലില്ല, ഇപ്പൊ മതത്തിലില്ല, അവര് പുറത്താ. അതറിയാനാ ഞാൻ ചോദിക്കണത്. നിങ്ങൾ മക്കളോ? മക്കളിപ്പം നിലവിൽ മതമൊന്നും പഠിപ്പിക്കുന്നില്ല. ഒരു പാട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. എത്ര മക്കളുണ്ട്? 3 മക്കള്. 3 മക്കളോ? ആൺകുട്ടികളോ പെൺകുട്ടികളോ? ഇതൊക്കെ എന്താ കഥ? 2 ആൺകുട്ടി 1 പെൺകുട്ടി. അല്ല, ഓലൊക്കെ ഇസ്ലാമിലായിട്ടല്ല ഇപ്പൊ നിങ്ങള് ഓല മനസ്സിലുള്ള വിശ്വാസങ്ങള്. ഞാൻ മനുഷ്യ കുട്ടികളായിട്ടാ വളർത്തുന്നത്. ഇനി ഓൽക്ക് പിന്നീട് ഇങ്ങനെ പോരാ, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മതത്തിന്റെ വാല് വേണമെന്ന് തോന്നുന്നവർക്ക് അവർക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് നല്ല പുത്തിയും പൊക്കണൊക്കെ വന്നിട്ട് അവർ ചെയ്തോട്ടെ. നമ്മളതിനെ കൈമ പിടിക്കാനോ കാലുമ പിടിക്കാനൊന്നും പോവില്ല. ഇപ്പൊ ആരെങ്കിലും എന്റെ വീട്ടിലത്തെ ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കാനോ അവനെ കണ്ടെത്തിയെടുത്ത് കൊന്നു കളയാനെന്നുള്ള നിലപാടൊന്നും നമുക്കുണ്ടാവില്ല. അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള ബോധ്യങ്ങളാണ്. നിങ്ങളെ കുടുംബത്തിൽ പിന്നെ നിങ്ങളെ ജ്യേഷ്ഠന്മാര് അനിയന്മാര് അങ്ങനെയൊക്കെ ഓലൊക്കെ വിശ്വാസികളാണ്. ജമ്മ വിശ്വാസിയാണ്. അപ്പൊ മോമിനിന്റെ അങ്ങനെ തന്നെ അല്ലേനോ? ജ്യേഷ്ഠുണ്ടോ? ജ്യേഷ്ഠന്മാരുണ്ട്, കൊറേ ഉണ്ട്. ഓലൊക്കെ വിശ്വാസത്തിലാ? ഓ പിന്നെ ഓലൊക്കെ ഈ ഇസ്ലാം മത വിശ്വാസത്തിലാണോ? അതെ. അപ്പൊ നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഇസ്ലാമിന്ന് മാറി നിന്നിട്ടില്ലേ? അതെ അതെ, മുഹമ്മദ് നബിന്റെ പോലെയാണ് ഞാന്. അപ്പളേ അതിന് ഉത്തരം എനിക്ക് കിട്ടിയില്ല. അതെനിക്ക് മുഹമ്മദ് നബിന്റെ പോലെ തന്നെ ഞാന്, ബാക്കി എല്ലാരും ആയി തന്നെ ഉണ്ടായിരുന്നു, ഞാൻ മാത്രം തല. അപ്പൊ ഈ മരണത്തിന് ശേഷം ജീവിതം ഇല്ലാന്ന് വിശ്വസിക്കുന്നുണ്ടല്ലേ നിങ്ങള്? മരണത്തിന് ശേഷം ജീവിതം ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. മരണത്തിന് ശേഷം മരണത്തോട് കഴിഞ്ഞു. അല്ല, ഈ നന്മയും തിന്മയും ദുനിയാവിലുണ്ടോ? നന്മയും തിന്മയും ദുനിയാവിലല്ലുള്ളത്. നമുക്ക് മനുഷ്യന്മാർക്ക് അങ്ങനെ ചില സങ്കല്പങ്ങളും ചിന്തകളൊക്കെ ഉണ്ട്. തെറ്റും ശരി. അതെ, തെറ്റും ശരി. ആ മനുഷ്യന്റെ സാമൂഹ്യ ജീവിതമായി ബന്ധപ്പെട്ട് മനുഷ്യന്മാരുണ്ടാക്കിയെടുത്ത സങ്കല്പങ്ങളാണ്. അല്ല, ഇപ്പൊ ഈ അങ്ങനെ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ അതായത് ഇസ്ലാം മതത്തിനെ കുറിച്ച് നിങ്ങൾ പറയണ്ടല്ലോ, അതുപോലെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടോ, ഇത് ചോദിക്കണേ. അതായത് ഇപ്പോ ഈ പൊളിറ്റിക്കൽ, അതിപ്പോ ഇന്ത്യ ഗവൺമെന്റ് ഭരണഘടന ഇതിനൊക്കെ ആവശ്യമുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
ആ പിന്നെ അതാ പറഞ്ഞ മനുഷ്യന്മാര് സാമൂഹ്യ ജീവികളാണ്. ആ ഒരു മനുഷ്യനെ ഇപ്പൊ ഒറ്റക്ക് ഒരു ദ്വീപ് വാങ്ങിയിട്ട് അവിടെ പോയി ഒറ്റക്ക് താമസിക്കാന്ന് വിചാരിച്ചോ? ഉം. ഓനക്കൊരു നിയമം വേണ്ട. അവന് തോന്നിയ മാതിരി ജീവിക്കാം. അപ്പൊ പിന്നെന്താ, ഓൻ ഒറ്റക്കല്ലല്ലോ അവിടെ, വേറൊരാളില്ലല്ലോ. ഓക്കെ. അവിടെ അയാൾക്കൊരു ജീവിത പങ്കാളിയായിട്ടൊരു സ്ത്രീയും കൂടി ഉണ്ടാവുകയാണെന്ന് വിചാരിച്ചോ? ആ അപ്പൊ അവിടെ കുറച്ച് നിയമങ്ങൾ, അവര് തമ്മിലുള്ള ഡീലിങ്സ്, അവരുടെ രണ്ടുപേരുടെയും വെൽബീയിങ്, അവരുടെ രണ്ടുപേരുടെയും സുരക്ഷിതത്വം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങൾ അവർ തമ്മിൽ തന്നെ ധാരണകൾ ഉണ്ടാക്കും. ഉം. എന്നാൽ മാത്രമേ രണ്ടാൾക്കും സന്തോഷം സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ കുറെ ഉണ്ട്. സന്തോഷം സമാധാനമൊക്കെ ഇപ്പൊ ഉണ്ടല്ലേ? പിന്നില്ലേ, ഞാൻ ഈ ഇസ്ലാമിൽ നിന്ന് പുറത്തു കിടന്നപ്പോ എനിക്ക് കിട്ടിയ സന്തോഷം സമാധാനം എത്ര നിങ്ങൾക്ക് അറിയോ? അത് അറിയണം, നിങ്ങളൊന്ന് പുറത്ത് കിടന്നു നോക്കണം. അതിന് പുറത്ത് കിടക്കണ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തന്നില്ല. എന്താ നമുക്ക് പുറത്ത് കിടക്കായിരുന്നു? എന്ത് ഞാൻ പറഞ്ഞില്ലേ, ആദ്യ മനുഷ്യൻ എല്ലാ ജീവികളുടെയും ആദ്യത്തെ തുടക്കം. സുഹൃത്തെ, നമുക്കറിയാത്ത കാര്യങ്ങള് ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നത് നിങ്ങൾക്ക് എന്താ, നിങ്ങളുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ അറിവ്. പിന്നെ നിങ്ങളെപ്പോ ഇന്നേനെ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ വേഗം കിട്ടും. അതിന്റെ അപ്പുറത്തേക്ക് ഇപ്പാനോട് ചോദിച്ചാൽ വല്യപ്പയും വല്യമ്മാനും കിട്ടും. ഒരു 3-4 തലമുറ പോയാല് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ അന്വേഷണം വഴിമുട്ടും. അതിന് പകരം നിങ്ങള് ഒരു എന്താ പറയാ, എന്തെങ്കിലും ഒരു പോക്കർ ഇമ്രാന്തിരി ആജി എന്ന് പറഞ്ഞൊരു വല്യപ്പയാണ് എന്റെ കുടുംബത്തിന്റെ ഏറ്റവും ആദ്യത്തെ വല്യപ്പ എന്നാണ് പേരിട്ട് വിചാരിച്ചു. എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് നിങ്ങളൊരു കഥ മെനഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ വല്യപ്പാന്റെ വല്യപ്പാമ്മ കൊടുത്ത് കണക്ട് ചെയ്തിട്ട് അങ്ങനെ പറയാം. ഇതിന് തെളിവൊന്നുമില്ല. നമുക്ക് സാധ്യമാകുന്ന അറിവ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ അന്വേഷിച്ച് നമുക്ക് ബോധ്യപ്പെട്ട് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചാണ്. അത് നമുക്ക് മനുഷ്യന്മാരെ ഇവിടുന്ന് ചരിത്രത്തിൽ അങ്ങോട്ടേ പോകാൻ പറ്റുള്ളൂ. അത് അതിനുള്ള എല്ലാ സാങ്കേതികമായിട്ടുള്ള കഴിവുകളും എല്ലാം ഇത് ഓരോ ഇൻഡിവിജ്വൽസ് ചെയ്യേണ്ട കാര്യമായിട്ട് തോന്നുന്നില്ല എനിക്ക്. അതുകൊണ്ട് ഈ ആദ്യത്തെ മനുഷ്യന്റെ പേരും ആധാർ കാർഡും കിട്ടാത്തതുകൊണ്ട് നിങ്ങൾ ഒരു പർട്ടിക്കുലർ മതത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് വലിയ അബദ്ധമാണ്, വലിയ അബദ്ധം. മനസ്സിലായോ? അല്ല, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ കള്ളന്മാര്, പിടിച്ചു പറിക്കാര്, പിടികിട്ട പുള്ളികള്, ഇങ്ങനൊക്കെ ഒരുപാട് ആളുകളുണ്ടല്ലോ. അതായത് ഓല് ജീവിതത്തില് ഫുള്ള്, അതായത് കൊലപാതകം അല്ലെങ്കിൽ പൈസ മോഷ്ടിക്കല് ഇങ്ങനത്തെ സംഭവങ്ങൾ മാത്രം ചെയ്തിട്ടും പിടികിട്ടാതെ ഓല് മരണപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനത്തെ ആൾക്കാരെ വിധി എന്താ? നീതിയല്ലേ നിങ്ങൾ ചോദിക്കണേ? അതായത് ഓല് എന്താ ആരെ മുമ്പിലും പിടിക്കപ്പെട്ടിട്ടില്ല ജീവിച്ചിരിക്കുന്ന സമയത്ത്. ഓല് തോന്നിയമാതിരി ആളുകളെ ഉപദ്രവിച്ചിട്ടും പൈസ മോഷ്ടിച്ചിട്ട് ഇങ്ങനെ കൊലപാതകങ്ങൾ നടത്തി തോന്നിയമാതിരി ജീവിച്ചു. ഓലെ പിടികിട്ടാതെ ഓല് മരണപ്പെട്ടു പോയി. മുഹമ്മദ് നബീനെ ആര് ശിക്ഷിക്കുന്നല്ലേ നിങ്ങൾ ചോദ്യം? അതൊന്നും അല്ല ഇവിടെ ചോദ്യം. ഞാനിപ്പോ ഇങ്ങോട്ട് ചോദിച്ച ചോദ്യം നിങ്ങൾ ഈ പറഞ്ഞ ഏകദേശം എല്ലാ കാര്യം ചെയ്ത ഒരാള് ഇപ്പൊ എന്റെ ഓർമ്മയിൽ പെട്ടെന്ന് വന്നത് അതാണ്. അല്ല, ഞാൻ അതല്ലല്ലോ ഇങ്ങോട്ട് ചോദിച്ചത്. ചോദിച്ചത് അങ്ങനത്തെ ഒരു വ്യക്തി, അതായത് അല്ല അങ്ങനത്തെ ഒരു വ്യക്തി എന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ ആ പേര് ഓർമ്മ വന്നു. വിട്ടാളി നല്ല ഇടയില്. അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തി എന്താണ് മരണപ്പെട്ടു പോയി. പോലീസുകാർക്കും പിടിച്ചാൻ കിട്ടിയില്ല, ആർക്കും കിട്ടിയില്ല, ആർക്കൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓല് അങ്ങനെ മരിച്ചുപോയി. ഓൽക്ക് പിന്നെ വിധിയും കാര്യങ്ങളും ഒന്നുമില്ല. ഓന് ശിക്ഷയും കാര്യങ്ങളൊന്നും ഇല്ല. ഓല അങ്ങനെയാണ് പോയി. ഇല്ല, അതെന്താ വെച്ചാല് നമ്മുടെ നാട്ടില് ഇപ്പോഴുള്ള ജീവിക്കുന്ന സംവിധാനങ്ങളുടെ പോരായ്മയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സാധ്യത ഇല്ലാതാക്കാൻ വേണ്ടി എന്താണോ ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ ഇവിടെ അനുവദിച്ചു കൊടുക്കപ്പെടുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരാൾക്ക് ഇങ്ങനെ സാധിക്കുന്നു, അതിന്റെ പഴുതുകൾ അടക്കുക, അതിൽ കുറച്ചുകൂടി കഠിനമായിട്ടുള്ള കാര്യങ്ങൾ സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് മനുഷ്യൻ ചെയ്യുക. അങ്ങനെയാണ് നമ്മളെ രാജ്യങ്ങളിൽ നിയമങ്ങളും ക്രിമിനൽ നിയമങ്ങളും കുറ്റവും കോടതിയും ശിക്ഷയും സംഗതികളൊക്കെ ഉണ്ടായി വന്നിട്ടുള്ളത്. അതൊരു മനുഷ്യന്റെ ഉത്തരവാദിത്തമാണ്, മനുഷ്യന്മാരുടെ സാമൂഹ്യ ഉത്തരവാദിത്തമാണ്. സാമൂഹികമായിട്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സാമൂഹ്യ ജീവി എന്ന രീതിയിൽ മനുഷ്യനുണ്ടാവേണ്ടുന്ന കാര്യങ്ങളാണ്. അത് മനുഷ്യരിപ്പം അത്തരം സാമൂഹ്യ സംവിധാനങ്ങളാണ് നിങ്ങൾ ഈ പറഞ്ഞ രാഷ്ട്രങ്ങളും ഭരണഘടനകളും ഒക്കെ. പക്ഷെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഒരു കുഞ്ഞ് പ്രസവിച്ചു. കുഞ്ഞ് പ്രസവിച്ച അന്ന് തന്നെ ഒരാള്
ആ കുഞ്ഞിനെ കൊല ചെയ്തു, കൊന്നു. ആ കുട്ടി മരണപ്പെട്ടു. അതായത് പ്രസവിച്ച അന്ന് തന്നെ. അപ്പൊ ആ കുട്ടിക്ക് നീതി എവിടെ? എവിടെ ഇല്ലേ? അത് അപ്പൊ ഇതിലെന്താ അർത്ഥമുള്ളത്? എന്തർത്ഥം? അങ്ങനെ ഒരാളെ കൊല്ലാൻ പാകത്തിന് വിടുന്ന ഒരു സൊസൈറ്റി പറഞ്ഞാൽ വളരെ മോശം സൊസൈറ്റിയാണത്. പിന്നെ അവിടെ അപ്പൊ അത്തരം ഞാൻ പറയണ ആ കുട്ടിക്ക് നീതി കിട്ടുക പറഞ്ഞാൽ ആ കുട്ടീനെ തിരിച്ച് ജീവിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് നീതി. അതിപ്പോ പോസിബിൾ അല്ലല്ലോ. നിങ്ങളെ കണ്ടെത്തില്ലേ? ആരെ കണ്ടെത്തലും വേറെ പോസിബിൾ അല്ല. ഇനിയിപ്പോ നിങ്ങളെ കണ്ടെത്തല്ലേ കുട്ടിക്ക് എന്ത് നീതി കിട്ടുക പറഞ്ഞ എഴുതി കേക്കട്ടെ. നമ്മൾ പറഞ്ഞാലും മരണത്തിന് ശേഷം ജീവിതം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ആ ശരി, ആയിക്കോട്ടെ. അപ്പൊ ഈ കുട്ടിക്ക് എങ്ങനെ നിങ്ങൾ എന്ത് നീതിയാ കൊടുക്കുക നിങ്ങളെ ദൈവം? അത് അള്ളാന്റെ അടുത്തുള്ള കാര്യല്ലേ. എന്നാലും ഒരു സങ്കല്പം, നമുക്കൊരു സങ്കല്പയിലും വേണ്ടേ? അത് അവിടുന്ന് അള്ളാ നീതി കൊടുക്കും. എങ്ങനെ? സ്വർഗം കൊടുക്കും എന്ന് വിചാരിക്ക, വേറെ വിചാരണ ഒന്നും ഇല്ലാണ്ട് പരീക്ഷണം ഒന്നും ഇല്ലാണ്ട് ഒരു സ്വർഗം കൊടുക്കലാണോ ആ കുട്ടിക്ക് കിട്ടാവുന്ന നീതി? ദുനിയാവിനേക്കാളും ഒരുപാട് എത്രയോ വലിയ സംഭവല്ലേ സ്വർഗം എന്ന് പറയുന്നത്. അപ്പൊ ഈ സത്യത്തിൽ ഈ കുട്ടീനെ കൊലപ്പെടുത്തിയ ആള് വാസ്തവത്തിൽ ആ കുട്ടിയുടെ അനുഗ്രഹം ചെയ്തു നമ്മൾ പറയേണ്ടി വരില്ലേ? എങ്ങനെ പറയണു? പരീക്ഷണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാം മതവിശ്വാസം ആ വ്യക്തിനെ കുറിച്ചുള്ളതല്ല പറഞ്ഞ, ആ വ്യക്തിയെ സംബന്ധിച്ച പിന്നെ ഗുണോ ദോഷോ എന്നുള്ളതല്ല. ആ കുട്ടിയെ സംബന്ധിച്ച് ഇയാൾ ചെയ്തത് ഉപകാരമല്ലേ ചിലപ്പോ? ഏത്? ആ കുട്ടിയെ കൊലപ്പെടുത്തിയത് കുട്ടിക്ക് ഉപകാരം. ഇങ്ങനെ ഒരു കഥ ഏതോ ഒരു പ്രവാചകൻ ഇങ്ങനെ ഒരു കുട്ടീനെ രക്ഷപ്പെടുത്തിയ കഥയില്ലേ? ഏതാ? ഹിളർ നബിയ? എനിക്കറിയില്ല. എന്താ കഥ? നിങ്ങള് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങള് മുത്തല്ലിമ? സത്യം സത്യം പറയും മുത്തല്ലിമ അല്ലേ? നോണ പറയല് ഹറാമല്ലേ? ഞാൻ നോണയാണോ സത്യമാണോ പറഞ്ഞു? ഇപ്പൊ ഞാൻ ചോദിക്കാം, നോണ പറയല് ഹറാമാണെന്ന് നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചാണ്. നിങ്ങൾ പറയും മുത്തല്ലിമ ആണോ? എനിക്ക് മുത്തല്ലിമിന്റെ ഫീല് വരുന്നു. മുത്തല്ലിമൊന്നുമല്ല, അതുകൊണ്ടല്ലേ ഞാൻ അല്ലാന്ന് പറഞ്ഞത്. സമാധാനം. നിങ്ങളൊരു അന്വേഷിയാണ്. അതായത് ഞാൻ നിങ്ങളെ ഒന്ന് രണ്ട് കാണുന്നില്ല. അതായത് വീഡിയോസുകളെ ഒന്ന് രണ്ട് വീഡിയോസുകള് ഒന്ന് രണ്ടല്ല ചില വീഡിയോസുകൾ ഞാൻ ഫുള്ളായിട്ട് കാണില്ല. അവിടെയും ഇവിടെ ഇങ്ങനെ തുടക്കം കണ്ടാണെങ്കിൽ പിന്നെ സെന്റർ ആക്കാനും പിന്നെ അവസാനം അല്ല ഫുള്ളായിട്ട് കണ്ടിന്യൂ ആയിട്ട് കാര്യം അങ്ങനെ ചെയ്യരുത്. വൃത്തിക്ക് ചെയ്യണം ചെയ്യുമ്പോ ചെയ്യരുത്. അപ്പൊ എന്താ വെച്ചാല് അപ്പൊ അതിൽ എനിക്ക് നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണമെന്നുണ്ടായിരുന്നു. നിങ്ങൾ ഈ ലാസ്റ്റ് ചോദിച്ച ചോദ്യമൊക്കെ ഈ വിഷയം തന്നെ, അതായത് അൾട്ടിമേറ്റ് ജസ്റ്റിസ്, ആത്യന്തിക നീതി വേണ്ടേ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ഒരാളോടുള്ള സംഭാഷണം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വിശദമായി ചോദിക്കുന്നുണ്ട്. അൾട്ടിമേറ്റ് ജസ്റ്റിസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ ഒരു എന്താ പറയാ വിഷ്ഫുൾ തിങ്കിങ് എന്ന് പറയും. നമ്മളൊരു ആഗ്രഹ ചിന്തയാണ്. അതുണ്ടാവണം എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എന്റെ കണ്ടെത്തില്ലേ നിങ്ങളെ റൂട്ട് കറക്റ്റ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലല്ലോ, നിങ്ങൾ പഠിപ്പിച്ചെന്ന് ആദ്യമാരും വിശ്വസിക്കല്ലേ? അതെ. പിന്നെ ഇവിടെ കണ്ടെത്തല് ഞാൻ പറഞ്ഞതാണ് എന്റെ കണ്ടെത്തല്. ഞാൻ എന്റെ ചിന്ത ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ പറഞ്ഞ പോലത്തെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് പഠിക്കാൻ ശ്രമിച്ച് അത് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ട്, അപ്പൊ അതാണ് എന്റെ കണ്ടെത്തലും ചിന്തയും. നിങ്ങളിതൊന്നും ഉപയോഗിച്ചിട്ടില്ല. അത് നിങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തിക്കോ. ഞാൻ എന്റെ എന്ത് ചിന്തയാണ് തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നിയത്? നിങ്ങളിപ്പോ ഈ മറ്റേ ഈ തഫ്സീറുകളും ഈ ഖുർആന്റെയും ഹദീസിന്റെയും ഒക്കെ തഫ്സീറുകളും കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോ ഏതെങ്കിലും ഒരു കിതാബിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് പഠിക്കല്, അതോ പൊതുവെ അറിയപ്പെട്ട അതിലൊക്കെ നിങ്ങൾ അതിന്റെ പഠനത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇങ്ങനൊക്കെ ധാരണയിലെത്തിയത്? അതെ. എന്നെ ഒറ്റക്ക് സ്വന്തം നിലക്ക് പഠിക്കാൻ എന്നെ നിർബന്ധിച്ച രണ്ടാൾക്കാർ, ഒന്ന് ഹുസൈൻ സലഫി, ഒന്ന് പിന്നെ പേരോടുമാണ്. ഹുസൈൻ സലഫിയും പേരോടും. ഓല് രണ്ടാളൂടെയും കോഴിക്കോടോ കണ്ണൂര് വെച്ചിട്ട് ഈ നാദാപുരത്ത് വെച്ചൊരു ഖണ്ഡന മണ്ഡനം നടന്നു. ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? ഞാൻ വെറുതെ ഒരു ഇതറിയാൻ ചോദിക്കാണ്. മീൻസ് ആ ഖണ്ഡനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിക്കാം. നാദാപുരം ഖണ്ഡനം. 34 വയസ്സ്. അപ്പൊ ഞാന് ഇപ്പൊ കുറച്ചായിട്ടുള്ളൂ ഇതിനെ കുറിച്ച് കുറച്ചിങ്ങനെ പഠിക്കലും. മദ്രസ കഴിഞ്ഞിട്ടാണ് വിട്ടതായിരുന്നു?
അന്ന് തന്നെ പഠിച്ചിരുന്നെങ്കിൽ ഇപ്പൊ നിങ്ങള് നല്ല നിലയിലെത്തിയനെ. നമുക്ക് കൊളാബ് ചെയ്തിട്ടൊക്കെ വീഡിയോ ചെയ്യായിരുന്നു. അന്ന് തന്നെ പഠിച്ചു തുടങ്ങണേന്ന്. മദ്രസയിൽ നിന്നുള്ള പഠനം അങ്ങനെയാണ് പോണായിരുന്നത്. അല്ല നമുക്ക് ഒന്നല്ലെങ്കിൽ ഇന്ത്യ എടുത്തോട്ടെ ഞാൻ പറയുന്നത്. ഒന്നല്ലെങ്കിൽ ഇസ്ലാമില് അല്ലെങ്കിൽ നിരീശ്വരവാദം. നിങ്ങളെ മാരിക്കത്തെ വിശ്വാസം. പക്ഷെ നിങ്ങളെ മാരിക്കത്തെ വിശ്വാസത്തിന് നമുക്കൊരു അതിനൊരു ഉത്തരം കിട്ടുന്നില്ല. അതിനെന്തിനാ ഉത്തരം? എന്തിനാ ഉത്തരം ഇല്ലാത്ത? നിങ്ങൾ ഉത്തരം തന്നില്ല, നിങ്ങൾ കണ്ടെത്തിയിട്ടില്ലാന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ പറയും, നിങ്ങളുടെ അടുത്തുള്ള എന്താ? നിങ്ങളൊരു വിശ്വാസമാണ് സുഹൃത്തെ. ആ വിശ്വാസത്തിന് എന്തോ കുഴപ്പമുള്ളത്? ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങളെ വിശ്വാസം അതേപോലെ നിങ്ങൾ വിശ്വസിച്ച എന്താ കുഴപ്പമുള്ളത്? ഏത്? അതേപോലെ ഇപ്പൊ ഞാൻ എന്റെ ചിന്ത അല്ലെങ്കിൽ ഞാൻ പിന്നെ ശരിയാണെന്ന് വിചാരിക്കുന്ന ശാസ്ത്രീയമായിട്ടുള്ള അറിവുകളാണ് ശരി എന്നാണ് വിശ്വസിച്ച എന്താ കുഴപ്പമുള്ളത്? അറിവിലിപ്പോ നിങ്ങള് അതിന് ഉത്തരം തന്നിട്ടില്ലല്ലോ. എന്താ അറിവ്? ആദ്യം മനുഷ്യൻ അതുമായിട്ട് എന്താ സുഹൃത്തെ ബന്ധം? അത് ബന്ധമില്ലേ? അല്ലെങ്കിൽ പിന്നെ നമുക്ക് അതിന് ഉത്തരം നിങ്ങള് അല്ലെങ്കിൽ നിങ്ങളെ എന്ത് ബന്ധം? ആദ്യത്തെ മനുഷ്യന്റെ ആധാർ കാർഡ് കാണാനില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരാള് ഒരു കഥയിൽ വിശ്വസിക്കുവോ? അങ്ങനൊന്നുമല്ല. നിങ്ങളിപ്പോ ഒരുപാട് ഈ ഇതൊക്കെ പഠിച്ച് ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. നമുക്കിപ്പം ആധുനിക കാലത്ത് ജീവിക്കുന്ന മനുഷ്യന്മാരുടെ മൂല്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നോക്കാം. എന്റെ അടുത്ത് വരുന്നതൊക്കെ ഞാൻ ചോദിക്കുന്നത് അടിമത്താണ്. പോവണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അതിനെന്താ നിങ്ങൾ സമ്മതം വെച്ചിക്കണോ? വരന്റെ ഒരെണ്ണത്തിന് കിട്ടാല്ല. ഞായറാഴ്ച എന്തോ സമ്മതം? അത് അടച്ചിട്ട മുറിയിൽ ഓല റൂമിലാണ് അത്രേ. ഞാൻ അറിഞ്ഞിട്ടില്ല, എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പൊ പുറത്ത് അടച്ചിട്ട റൂമിൽ മൂന്നാള് കൂടിയിട്ടാ സംവാദം. ഞാൻ എന്റെ വെല്ലുവിളി എന്റെ വീഡിയോ ചാനലൊന്നും എടുത്ത് നോക്കിയാൽ മതി. ഒരു മാസമായിട്ട് ഇതേ വിഷയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. മൈൻഡ് ചെയ്യണ്ട ആരെങ്കിലും. അല്ല നിങ്ങള് പോകണ്ടോ ഇനി ഓൺലൈനിലോ? അല്ല ഇപ്പൊ ഈ പറഞ്ഞ ഞായറാഴ്ചത്തെ ഞാൻ അറിഞ്ഞിട്ടൊന്നുമില്ല. ഇങ്ങനെ പോസ്റ്ററിൽ എന്റെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അതിന്റെ മുമ്പ് തന്നെ പരിപാടിയുടെ പിന്നെ ഡേറ്റ് പിന്നെ എന്റെ ഒരു സജഷൻ പറഞ്ഞിട്ടുണ്ട്. അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറഞ്ഞു. ഇതുവരെ പറഞ്ഞിട്ടില്ല, റെസ്പോൺസ് വന്നിട്ടില്ല. കോഴിക്കോട് വെച്ചിട്ടാണ് പരിപാടി. അഞ്ഞപ്പോലും വന്നില്ലെങ്കിൽ ഈ വിഷയം പിന്നെ നമ്മൾ കോഴിക്കോട് വെച്ച് സംസാരിക്കാനാണ്. അല്ല നിങ്ങൾ പോകുന്നുണ്ടോ? പോണ കാര്യം തീരുമാനിക്കണോ നിങ്ങൾ? എങ്ങോട്ട്? ഓൺലൈനിലേക്കൊന്നും. ഓൺലൈൻ സംവാദം, വാട്സപ്പ് സംവാദം എന്തത്? എന്താ ഇപ്പൊ ഇത് നാട്ടുകാരെ മുമ്പിൽ സംഭവിച്ച എന്താ കുഴപ്പം? ഞാൻ അതിന് തയ്യാറാണല്ലോ. ലൈവ് ഇട്ടാലും നാട്ടുകാരുടെ മുമ്പിൽ തന്നെ അല്ലേ? അല്ല ആ നാട്ടുകാരുടെ മുമ്പിൽ എങ്ങനെ ആവണ? സ്റ്റുഡിയോന്റെ ഉള്ളിലല്ലേ? നിങ്ങൾ സംസാരിക്കണ ലൈവായിട്ട് അത് പോരാ. അത് നമ്മള് ക്യാമറമാൻ ഉദ്ദേശിക്കുന്ന ഭാഗമല്ല. അങ്ങനെയല്ല. അങ്ങനെ ആൾക്കാരെ മുമ്പിൽ കിട്ടണം. അതല്ല അതിന്റെ ഒരു രസം. ആ സംവാദം ഓൺലൈൻ സംവാദമാണോ കേൾക്കാൻ രസം? ആളുകൾക്ക് ആ ഫീല് കിട്ടുക, കൃത്യം കാര്യങ്ങൾ മനസ്സിലാവുക. ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ അതിന്റെ ഫീല്? നിങ്ങൾ ഈ സുന്നി മുജാഹിദ് സംവാദമൊക്കെ കണ്ടിട്ടില്ലേ? അതൊക്കെ എല്ലാ സ്റ്റുഡിയോ കുത്തിരുന്നിട്ടാ? അല്ല ഇവര് ചെയ്യണത് ആരായിക്കോട്ടെ. സുന്നി മുജാഹിദൊക്കെ സംവാദം നടത്തുന്നത് പിന്നെ ഓൺലൈനിൽ കുത്തിരുന്നിട്ടല്ലോ. സംവാദം എന്നൊക്കെ പറഞ്ഞ രണ്ടാശയത്തിന്റെ പ്രതിനിധികള് സ്റ്റേജിൽ കയറി വന്ന് നല്ല കുളിച്ച് കുട്ടപ്പന്മാരായി വന്ന് ഒരു മോഡറേറ്ററും അതിന് മുമ്പ് സദസ്സും ലൈവായിട്ടുള്ള സദസ്സും ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് ആ ഒരു ഫീല് എനിക്കതേ പറ്റുള്ളൂ. ഞാൻ ഈ ഓൺലൈൻ വീഡിയോകൾ പോലും കാര്യമായിട്ട് മീൻസ് റെക്കോർഡഡ് വീഡിയോകൾ പോലും കുറവാകുന്നത് ഓൺലൈനായിട്ട് ലൈവായിട്ട് മാത്രം കാര്യങ്ങൾ സംസാരിക്കുന്ന പോലും നമ്മൾ വൺ സൈഡ് സംസാരിക്കുമ്പോൾ പോലും ഒരു ഓഡിയൻസ് ഉണ്ടാവണം എന്നുള്ളതുകൊണ്ടാണ്. നമുക്ക് ആ ഫീലെങ്കിലും കിട്ടണം. സംവാദമൊക്കെ ആവുമ്പോൾ നമുക്ക് മറ്റേ ആള് നമ്മളെ അടുത്ത് വേണം. നമ്മളെ ദീർഘനിശ്വാസം നെടുവീർപ്പൊക്കെ നമുക്ക് കിട്ടണം. അപ്പോഴല്ലേ അതിന്റെ ഒരു ഫീല് വരുള്ളൂ. മറ്റേത് എന്താ ഒരു ഉപ്പും പുളിയില്ലാത്തൊരു സംവാദമായിക്കാര്. അതൊക്കെ പറ്റണേ നമുക്ക് അതിന്റെ ആവശ്യം. അതെന്തായാലും അതിന്റെ വഴിക്ക് പോട്ടെ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ എപ്പോഴും ഉത്തരം കണ്ടെത്തണമെന്ന്. അങ്ങനെ ഉത്തരം കിട്ടൂല കേട്ടോ. ആദ്യത്തെ മനുഷ്യന്റെ പേരും അഡ്രസ്സും നിങ്ങളത്തെ എല്ലാം ഉണ്ടല്ലോ. പേരും അഡ്രസ്സും ആദ്യത്തെ ആളുടെ ഖബറില്ലേ ഇവിടെ? എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് നിങ്ങളെ വിശ്വാസത്തില്. ആദ്യത്തെ മനുഷ്യന്റെ ഖബറില്ലേ? നിങ്ങൾ വിശ്വസിക്കണ്ടോ അതില്? ഇല്ലേ? സഹോദരൻ ഞാൻ ചോദിക്കുന്നത് ആദം നബിയുടെ ഖബറില്ലേ? ആദമിന്റെ ഖബറ്. അതല്ല ഇവിടെ വിഷയം. ഇവിടെ വിഷയം നിങ്ങളെ കണ്ടെത്തലുകൾ, നിങ്ങളെ മനസ്സിലാക്കൽ. നമ്മളെ മനസ്സിലാക്കൽ എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. നമുക്ക് ആദ്യത്തെ ഒരു മനുഷ്യൻ എവിടെ നിന്നുണ്ടായി, ആരാണ് മനുഷ്യൻ എന്ന പേരിടാവുന്ന ആദ്യത്തെ വ്യക്തി, ആദ്യത്തെ ജീവി, അതിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണ ഇല്ല. അതേപോലെ ഒരു ജീവി വർഗം എങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നു എന്നതിനെ കുറിച്ചുള്ള ധാരണകളേ ഉള്ളൂ.
ഈ മറ്റു ജീവജാലങ്ങളെ കുറിച്ചും അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ ഒരു ആദ്യത്തെ കോഴി കോഴി എന്ന് വിളിക്കാവുന്ന ആദ്യത്തെ കോഴിയാണോ ആദ്യം ഉണ്ടായത് ചോദിച്ചാൽ നിങ്ങളപ്പോ എന്താ ഉത്തരം പറയാ? കോഴിമുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായെന്നാണ് ചോദിക്കുന്നത്. അല്ല അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അപ്പൊ അങ്ങനെ ചോദിച്ചാ വെറുതെ ടെൻഷൻ അടിക്കണ്ട. കോഴി കോഴിമുട്ടല്ലാതെ കോഴി ഉണ്ടാവോ? ഓ ഉണ്ടാവും. അപ്പൊ തെങ്ങാണോ തേങ്ങ ചോദിക്കുമ്പോൾ തെങ്ങ് പറയും. അതെ. ആ ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് അതിന്റെ എവിടുന്ന കിട്ടിയത്? അതിന്റെ അതൊക്കെ നിങ്ങൾക്ക് ശാസ്ത്രീയമായിട്ട് തെളിവുള്ള, നമുക്ക് ബോധ്യപ്പെടുന്ന തെളിവുകളുള്ള സാധനമാണ്. അത് ഒരു തെങ്ങാണ് ഉണ്ടാവുക, എന്നിട്ട് അതിമന്ന് പിന്നെ തേങ്ങ ഇടാം, അങ്ങനെ. അത് അങ്ങനെ തന്നെയാണ്. പറഞ്ഞത് തെങ്ങുണ്ടാവാൻ തേങ്ങ ആവശ്യമില്ല, തേങ്ങ ഉണ്ടാവണമെങ്കിൽ തെങ്ങ് വേണം. അങ്ങനെ അത് നമുക്ക് ക്ലിയർ കറക്റ്റ് തോന്നുന്നില്ല. അതാണ് അതെന്താ വെച്ചാൽ ആ കഥമ്പന്ന പിടുത്തം പെടണം, ആ കൊളുത്തണ അയച്ചിടണം, അപ്പൊ ശരിയാവും. ഇതിപ്പോ ആദം നബിയുടെ ഖബർ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ആ ഖബർ കുഴിച്ചു നോക്കി അതിൽ ആദം നബി പോയിട്ട് ഒരു പൂച്ചക്കുട്ടിന്റെ ഏതെങ്കിലും ഉണ്ടാവുമോ നമുക്ക് അന്വേഷിക്കാൻ പറ്റുന്ന കാലത്താണ്. പക്ഷെ ആ ഖബർ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്, ഇവൻ തൊടാൻ സമ്മതിക്കൂല. പിന്നെ ബാങ്ക് കൊടുത്തു. ആയിക്കോട്ടെ, അത് നല്ലതാ. നിങ്ങള് ഇത് യൂട്യൂബിൽ ഇടുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇടും. ഇടട്ടെ? ഇടണ്ടേ? ഇടേ. എന്താ നിങ്ങളെ പേരും നാളൊന്നും ഇല്ലല്ലോ, പോട്ടാണ്ട് ആൾക്കാർ കേക്കട്ടെ. ഒരു എന്റർടൈൻമെന്റ് അല്ലേ ഇതൊക്കെ, ഒരു രസല്ലേ? പോയിട്ടൊന്നും ഇല്ലല്ലോ അപ്പൊ. പേര് ഞാൻ പറഞ്ഞില്ലേ? പേര് നമുക്ക് അവിടെ പീപ്പ് ഇടാം പോരെ? വേണ്ടല്ലോ, ഇടാ നമുക്കെന്ന്. ഇപ്പൊ ഏതായാലും ഞാൻ പിന്നെ ഒരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി വിളിക്കാം, കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ട്. ശരി, ഓക്കെ എന്നാ.